മുന്നേ പറഞ്ഞിട്ടുള്ള എൻ്റെ റിയൽ ലൈഫ് പൊട്ടിയിരിക്കണേണ്. ഇപ്പൊ മമ്മൂട്ടി കമ്പനിയുടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ വിനായകൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പൊതുമധ്യത്തിൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ അത് ആൾക്കാരെ ഡീൽ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് അറിയില്ല എന്നുള്ളൊരു ഒരു കാര്യം അറിയില്ല. അവിടെ ഭയങ്കര നിസ്സഹായനായ ഒരു വിനായകൻ. ഞാൻ എൻ്റെ ലൈഫ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള എൻ്റെ റിയൽ ലൈഫ് പൊട്ടിയിരിക്കണേണ്. ഞാനിപ്പോൾ ഒരു 100% ആക്ടറാണ്. ആക്ടർ എന്ന് വെച്ചാൽ സെലിബ്രിറ്റിയാണ്, പബ്ലിക് ഫിഗറാണ്. പേഴ്സണലി ഞാൻ പൊട്ടി തകർന്നിരിക്കണേ. അതാണ് എൻ്റെ റിയാലിറ്റി. അത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ സ്വഭാവമാണെങ്കിൽ മാറിയിട്ടില്ല. ഞാൻ ജനിച്ച് വളർന്നു വന്ന അതേ സ്വഭാവം തന്നെ ഇപ്പോൾ ഇരിക്കണമുണ്ട്. പക്ഷെ ജനം എന്നെ കാണുന്ന രീതി മാറിപ്പോയി. ബെറ്റർ ഞാൻ അന്നും പറഞ്ഞത് വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, എനിക്ക് ഉറപ്പാണ്. ഇപ്പൊ തന്നെ അത്യാവശ്യം കേസുണ്ട്, മരണം വരെയുള്ള കേസുണ്ട്, എത്രയും കേസുണ്ട്. മാറി നിൽക്കാം എന്ന് തന്നെയാണ്. മാറി നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ കേസ് ഇനിയും വന്നുകൊണ്ടിരിക്കും. ഞാൻ മാറി നിൽക്കുക എന്നല്ല, നമ്മൾ ഒതുങ്ങുക, അത്രേ ഉള്ളൂ. റൂമിലിരിക്കുക, പുറത്തിറങ്ങാറില്ല.